ഈ ഒരു വാർത്ത ഗവൺമെന്റ് നേഴ്സസ് എന്നൊരു പേജിലൂടെയാണ് ആദ്യം കാണുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ വൃത്തിയില്ല എന്ന ഒരു കാരണം കൊണ്ട് നൂറുകണക്കിന് മലയാളി നഴ്സുമാരും ടെക്നീഷ്യന്മാരും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പ്രൊബേഷൻ പീരിയഡിൽ ജോലി ചെയ്യുമ്പോൾ പിരിച്ചുവിടപ്പെട്ടു എന്നാണ് അതിൽ പറയുന്നത്. നമ്മളെല്ലാം വളരെ വൃത്തിയുള്ളവരാണെന്ന് സ്വയം വിശ്വസിക്കാറുണ്ട്. ഒരു കാലത്ത് വൃത്തിയുടെ പേരിൽ ലോക പ്രസിദ്ധരായിരുന്നു നമ്മൾ മലയാളികൾ. ഗൾഫ് നാടുകളിൽ കൊടും ചൂടിൽ ജോലി ചെയ്യുമ്പോഴും കുളിക്കാതെ മലയാളികൾ ജോലിക്ക് പോകില്ലായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഈ റിപ്പോർട്ട് സത്യം ആണെന്നാണ് അറിയുന്നത്. സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ പാനലിൽ ഉള്ള ഒരു ഏജന്റാണ് ഇത് സ്ഥിരീകരിച്ചത്. എല്ലാവരും ഇങ്ങനെയാണെന്നല്ല, എന്നാൽ ഇങ്ങനെയുള്ളവർ ഇപ്പോൾ ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത്. അവരുടെ ആ പോസ്റ്റിൽ പറയുന്നത് നോക്കാം. ഈ പറഞ്ഞ ഏജൻസിയുടെ കഴിഞ്ഞ 35 വർഷത്തെ കരിയറിൽ ആദ്യമായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ എന്ന് പറയുന്നു. വളരെ വേദനയോടെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞത്. പുവർ പേഴ്സണൽ ഹൈജീൻ എന്ന ഒരേ ഒരു കാരണത്താൽ ഈ ഏജൻസി ഉടമയുടെ അറിവിൽ മാത്രം കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കുള്ളിൽ സൗദിയിൽ ചെന്നിട്ട് 1-2 മാസങ്ങൾക്കകം തന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട നൂറുകണക്കിന് പേരുണ്ടെന്നാണ് പറയുന്നത്. നഴ്സുമാർ മാത്രമല്ല, വിവിധ വിഭാഗം മലയാളി ടെക്നീഷ്യന്മാരും ഇത്തരത്തിൽ പിരിച്ചുവിടപ്പെട്ട ആളുകളിൽ ഉണ്ടെന്ന് പറയുന്നു. മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ നിന്ന് മാത്രമല്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും ക്ലിനിക്കുകളിൽ നിന്നും കമ്പനികളിൽ നിന്നും ഹോം കെയർ സർവീസുകളിൽ നിന്നും ഇത്തരത്തിൽ നിരവധി ആളുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. പണ്ടൊക്കെ വെള്ളത്തിന്റെ അമിതമായ ഉപയോഗം എന്ന കാരണം പറഞ്ഞ് പല ഫ്ളാറ്റ് ഉടമകളും മലയാളികൾക്ക് ഷെയറിംഗിൽ റൂം നൽകാൻ വിസമ്മതിച്ചിരുന്നു. ഗൾഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ശുദ്ധജലം. മലയാളികൾ 2-3 നേരം കുളിക്കുകയാണ്, അതും വളരെ വിശാലമായി. അതുകൊണ്ട് ഒരുപാട് ജലം പാഴാവാൻ കാരണമാകുന്നു എന്നതായിരുന്നു അതിന്റെ കാരണം. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ ആകെ മാറിയിരിക്കുകയാണ്. പലർക്കും ഹോസ്പിറ്റലിൽ തന്നെ താമസ സൗകര്യം നൽകാറുണ്ട്. എന്തായാലും കുറെ പേരെങ്കിലും ഉറപ്പായും വൃത്തി എന്നത് പ്രാധാന്യത്തിൽ എടുക്കുന്നില്ല. ഒരുപാട് നഴ്സുമാർക്ക് വിയർപ്പ് മണം അനുഭവപ്പെടാറുണ്ടെന്നാണ് പറയുന്നത്. ഗൾഫിൽ അതൊട്ടും സ്വീകാര്യമായ ഒരു കാര്യമല്ല. ധാരാളം പെർഫ്യൂം അടിച്ചു വരുന്നവരായിരിക്കും പേഷ്യൻസും സ്റ്റാഫും ഒക്കെ. അവിടെ എല്ലാം തന്നെ AC റൂമുകളായതുകൊണ്ട് ഈ വിയർപ്പ് മണം ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അനുഭവപ്പെടുകയും ചെയ്യും. ഈ വിയർപ്പിന്റെ മണം ഉണ്ടാകുന്നത് വൃത്തിക്കുറവ് കൊണ്ട് മാത്രം ആകണമെന്നില്ല. ചിലരുടെ ശരീരത്തിന്റെ പ്രത്യേകതയാകാം. പക്ഷെ അത് മനസ്സിലാക്കി അതനുസരിച്ച് പെർഫ്യൂം അടിച്ച് ജോലിക്ക് വരികയാണ് ചെയ്യേണ്ടത്. ഒരു യൂണിഫോം തന്നെ 2-3 ദിവസം ഉപയോഗിക്കുന്ന ശീലവും മാറ്റണം. അതും ഈ ദുർഗന്ധത്തിന് ഒരു കാരണമാകാം. ദിവസേന യൂണിഫോം മാറേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളിൽ ഗൾഫിലെ പേഷ്യൻസ് വളരെയധികം സെൻസിറ്റീവാണ്. അവർക്ക് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ട് തോന്നിയാൽ ഉടൻ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് അവർ പരാതി നൽകും. അവർ ഉടനെ നടപടി എടുക്കുകയും ചെയ്യും. നേരത്തെ നഴ്സിംഗ് സ്കൂളുകളിൽ വെൽ ഡ്രസ്ഡായി നടക്കാനും ആകർഷകമായി പെരുമാറാനും പ്രത്യേകം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അത് എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് വൈദ്യശാസ്ത്ര വിഷയങ്ങളിൽ മാത്രം ട്രെയിനിങ് നൽകി കോഴ്സ് കംപ്ലീറ്റ് ആക്കി അവരെ വിടാനുള്ള തിരക്കാണ് പലയിടത്തും. പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ ഫിലിപ്പീനോ നഴ്സുമാർക്കാണ് കൂടുതൽ സാലറിയും അവസരവും കിട്ടുന്നത്. അവരൊക്കെ ദിവസേന വൃത്തിയായി കുളിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഷാംപൂ ചെയ്ത മുടിയും വൃത്തിയുള്ള യൂണിഫോമും അല്പം പെർഫ്യൂമും ഒക്കെ അടിച്ച് ചിരിക്കുന്ന മുഖവുമായി അവർ രോഗികളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ രോഗികൾക്ക് വലിയൊരു സമാധാനവും ആശ്വാസവും ഉണ്ട്. മലയാളികൾ എല്ലാവരും മോശക്കാരാണെന്ന് ആരും പറയില്ല. ആശുപത്രികളിലെ എമർജൻസി സമയങ്ങളിൽ അവരുടെ മിടുക്ക് കാരണമാണ് പല ജീവനുകളും രക്ഷപ്പെട്ടിട്ടുള്ളത്. പക്ഷെ മാറുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളും മാറേണ്ടിയിരിക്കുന്നു. നമുക്ക് വിയർപ്പിന്റെ ദുർഗന്ധം ഉണ്ടെന്ന് സ്വയം തോന്നുന്നത് വളരെ അപൂർവമായി മാത്രമാണ്. കസ്റ്റമറുമായി, അതായത് രോഗികളുമായി അടുത്ത് ഇടപഴകേണ്ട ആളുകളാണ് നഴ്സുമാർ. അപ്പോൾ രാവിലെ അല്പം ഷാമ്പൂ ഒക്കെ ഇട്ട് നന്നായി കുളിച്ച് അലക്കി അയൺ ചെയ്ത വൃത്തിയുള്ള യൂണിഫോം ധരിച്ചാൽ തന്നെ നമ്മുടെ മുഖത്ത് ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. ഡ്യൂട്ടി ടൈം മുഴുവൻ ഇട്ട അതേ ഡ്രസ്സിൽ വീട്ടിലേക്കും അല്ലെങ്കിൽ റോഡ് മുഴുവനും കറങ്ങി ഷോപ്പിംഗ് നടത്തുന്ന ന്യൂജൻ നഴ്സുമാരെ ഇപ്പോൾ എല്ലായിടത്തും കാണാം. നഴ്സിന്റെ യൂണിഫോം ഡ്യൂട്ടിക്ക് കയറുമ്പോൾ മാത്രം ധരിക്കുക എന്നതാണ് ശരിയായ രീതി. ഹോസ്പിറ്റലിലായാലും കസ്റ്റമർ സർവീസ് ആയാലും എയർ ഹോസ്റ്റസ് ആയാലും ആളുകളുമായി അടുത്ത് ഇടപഴകുന്നവർ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിലെ ഈ ദുർഗന്ധം.